നേരെ കൊച്ചിയിലേക്കൊന്ന് പോകാം. എറണാകുളം മുല്ലമ്പള്ളിയിൽ ഇടത് സർക്കാർ വഴിയാധാരമാക്കിയ 100 കണക്കിന് കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതത്തിൽ തന്നെ. വള്ളാർപാടം കണ്ടെയ്നർ ടെർമിനലിനായി കുടിയൊഴിപ്പിച്ച 316 കുടുംബങ്ങളാണ് ഇപ്പോഴും വാടക വീടുകളിൽ കഴിയുന്നത്. കർണാടകയിലെ കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രതികരിച്ച കേരളത്തിലെ ഇടത് രാഷ്ട്രീയ നേതാക്കൾ VS സർക്കാരിൻ്റെ കാലത്ത് കിടപ്പാടം നഷ്ടമായവരുടെ കണ്ണീരും കാണണം. വിവരങ്ങൾ നിഷ ദിലീപാണ് കൊച്ചിയിൽ നിന്ന് നൽകുന്നത്. നിഷ, ഇത് VS സർക്കാരിൻ്റെ കാലത്ത് കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ 2026 ആദ്യ മണിക്കൂറുകളിൽ ചർച്ച ചെയ്യുന്നത്. VSൻ്റെ ഭരണം 2006 മുതൽ 2011 വരെയുള്ള 5 വർഷമായിരുന്നു. VSന് ശേഷം ഉമ്മൻചാണ്ടിയുടെ 5 വർഷം നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ പിണറായി വിജയൻ്റെ 10 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. ഇപ്പോഴും ഈ കുടുംബങ്ങൾ വഴിയാധാരമായി ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ടാണ് ഈ കർണാടകയിലെയും UPയിലെയൊക്കെ കാര്യം പറഞ്ഞ് ഇവിടെ ചിലർ ഡയലോഗ് അടിക്കുന്നത്. ഗൗതം, കൃത്യമായി പറഞ്ഞാൽ 2008 ഫെബ്രുവരി 6-നാണ് മൂലമ്പള്ളിയിലെയും ഒപ്പം തന്നെ അതിന് അടുത്തുള്ള വില്ലേജുകളിലെയുമായി 7 വില്ലേജുകളിലെയുമായുള്ള 316 കുടുംബങ്ങളെ ഇവരുടെ വീടടക്കം പൊളിച്ചു കളഞ്ഞ് അവരെ അവിടെ നിന്നും കുടിയൊഴിപ്പിച്ചത്. VS സർക്കാരിൻ്റെ കാലത്തായിരുന്നു അന്നെങ്കിൽ കുടിയൊഴിപ്പിക്കൽ നടന്നത്. ഇപ്പോൾ കൃത്യം 18 വർഷമാകുന്നു. ഈ 18 വർഷമാകുമ്പോഴും ഇവരിൽ ഏതാണ്ട് 50ഓളം കുടുംബങ്ങൾ മാത്രമാണ് വീട് വെച്ച് താമസിക്കുന്നത്. ബാക്കി എല്ലാവരും ഇപ്പോഴും വാടക വീടുകളെയും പണയത്തിനുമൊക്കെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളാണ്. പലരും താൽക്കാലികമായി ചെറിയ വീടുകളൊക്കെ വെച്ച് മാറി. അങ്ങനെയാണ് അവരുടെ ജീവിതം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇവരുടെ വീടുകൾ പൊളിച്ച അന്ന് മുതൽ തന്നെ, അന്ന് വലിയ വിവാദമായ സംഭവമായിരുന്നു മൂലമ്പള്ളിയിലെ കുടിയൊഴിപ്പിക്കൽ. വള്ളാർപാടം കണ്ടെയ്നർ ടെർമിനലിന് വേണ്ടിയാണ് അന്ന് ഈ 316 കുടുംബങ്ങളെ അവരുടെ വീട് പൊളിച്ചു കളഞ്ഞ് അവിടെ നിന്നും കുടിയൊഴിപ്പിച്ചത്. എന്തായാലും യാതൊരുവിധ പുനരധിവാസ പദ്ധതികളൊന്നുമില്ലാതെ, പുനരധിവാസത്തിനൊന്നും യാതൊരു സൗകര്യവും ചെയ്തു കൊടുക്കാതെയാണ് അന്ന് VS സർക്കാർ ഇവരുടെ വീടടക്കം പൊളിച്ചു കളഞ്ഞത്. അന്ന് കൈക്കുഞ്ഞുങ്ങളും പ്രായമായവരുമൊക്കെയായി അന്ന് ഈ 316 കുടുംബങ്ങളും തെരുവിലേക്കാണ് അന്ന് ഇറങ്ങിയത്. അന്ന് തൊട്ടടുത്ത പള്ളിയിൽ അഭയം തേടി പിറ്റേ ദിവസം മുതൽ അവർ സമരം ചെയ്തു. 45-ാമത്തെ ദിവസം ഇവർക്ക് പാക്കേജ് അനുവദിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയായിരുന്നു. കാരണം ഇവർക്കന്ന് അനുവദിച്ച പാക്കേജിൽ പറഞ്ഞിരുന്നത് ഇവർക്ക് വീട് മാത്രമല്ല, ഇവരുടെ സ്ഥലത്തിന് അന്നത്തെ ഒരു വില കണക്കാക്കി, ഒരു വില, ഒപ്പം തന്നെ അവരുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ജോലി, അതൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ഇതൊക്കെ ഇപ്പോഴും വാഗ്ദാനങ്ങളായി മാത്രം മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു 18 വർഷം തികയുമ്പോഴും ഇവർക്ക് ആകെ ലഭിച്ചതെന്ന് പറയാനായിട്ട് 7 പ്ലോട്ടുകളിലായി ഇവർക്ക് വീടിനുള്ള സ്ഥലം 5 സെൻറ്റും 6 സെൻറ്റും വെച്ച് സ്ഥലം നൽകി. പക്ഷേ ഈ സ്ഥലമാകട്ടെ ചതുപ്പും ഒപ്പം തന്നെ പുഴപ്പുറമ്പോക്കും ഒക്കെയാണ്. ഇവർക്ക് ഇവിടെ വീട് വെക്കാൻ കഴിയില്ല. ചില ആളുകളുടെ വീട് വെച്ചു, പക്ഷേ വിള്ളലൊക്കെ വീണുകൊണ്ട് അവർക്ക് ആ വീട് താമസയോഗ്യമല്ല. അങ്ങനെയാണ് അവരുടെ ജീവിതം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഈ 18 വർഷത്തിലേക്ക് ഈ കുടിയൊഴിപ്പിക്കൽ നടന്ന് 18-ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും അന്ന് ഇടത് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിച്ചില്ല. അവരൊക്കെ ഇപ്പോഴും ഈ ദുരിതത്തിൽ കഴിയുമ്പോഴാണ് നമ്മുടെ ഇടത് രാഷ്ട്രീയ നേതാക്കന്മാർ, MP-മാർ അടക്കമുള്ള ആളുകൾ കർണാടകയിൽ പോയി അവിടെ കണ്ണീരൊഴുക്കുന്നതും അവിടുത്തെ ഈ കുടിയൊഴിപ്പിക്കലിനെതിരെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ അവരൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ അന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ഈ 316 കുടുംബങ്ങളെ കാണാം. പക്ഷെ അവരെ ഒന്നും കാണാതെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. അന്ന് ഇടത് സർക്കാർ തന്നെ കുടിയൊഴിപ്പിച്ച VS സർക്കാരിൻ്റെ കാലത്ത് കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോഴും മൂലമ്പള്ളിയിലും ഒപ്പം തന്നെ പലയിടങ്ങളിലായി. ഇവർ കഴിഞ്ഞ ദിവസം നമ്മളവിടെ പോയ സമയത്ത് അവരോട് ചോദിച്ചു, നിങ്ങളുടെ അയൽക്കാരൊക്കെ എവിടെയാണെന്ന് അവർക്കറിയില്ല. ഒന്നിച്ച് താമസിച്ച് ഒരു കുടുംബം പോലെ കഴിഞ്ഞ കുറേ ആളുകൾ ഇപ്പോൾ ചിതറി തെറിച്ച് പല സ്ഥലങ്ങളിലായി, ചേർത്തലയിലും ആലപ്പുഴയിലും അങ്ങനെ പോകുന്നു. പലയിടങ്ങളിലായി അവർ താമസിക്കുകയാണ്. ഇപ്പോഴും അവരുടെ ജീവിതം ഈ 18 വർഷത്തിനിപ്പുറവും അവരുടെ ജീവിതം ഒരു കരയ്ക്കടുത്തിട്ടില്ല. അവരെയൊന്നും കാണാതെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഇത്തരത്തിൽ മുതലക്കണ്ണീരൊഴുക്കുന്നത്. അവർക്കും അത്തരം ആക്ഷേപങ്ങളുണ്ട്. സർക്കാർ അവരെ ഇപ്പോഴും കാണുന്നില്ല, പരിഗണിക്കുന്നില്ല. അവരുടെ ഭൂമി, അവരുടെ കിടപ്പാടം, അന്നത്തെ അവരുടെ ജീവിതമാർഗം എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോഴും മൂലമ്പള്ളിയിൽ കഴിയുന്നുള്ളൂ. മൂലമ്പള്ളി വില്ലേജിലെയും തൊട്ടടുത്ത 7 വില്ലേജുകളിലെയും ആളുകളെയാണ് ഈ വള്ളാർപാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിക്കായി അന്ന് കുടിയൊഴിപ്പിച്ചത്. അവരുടെ ദുരിതവും ദുഃഖവും ഒന്നും കാണാതെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി അവരുടെ ദുരിതത്തിൽ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഗൗതം.